ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നാം നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഉപവാസം, മറ്റൊന്ന് പ്രാർത്ഥന, അവസാനമായി ദാനധർമ്മം. ഈ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരുവൻ നോമ്പുകാലം വിശുദ്ധകാലമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നു. ഉപവാസത്തിലൂടെ ഒരുവൻ തന്നെ ഒരുക്കുകയാണ്. തന്റെ തിന്മകളെ മാറ്റിവെക്കുന്നു, തിന്മകൾ ചെയ്യാതിരിക്കുവാനുള്ള ശക്തി സംഭരിക്കുന്നു. അങ്ങനെ അവൻ ഏതൊക്കെ മേഖലയിലാണോ ഒന്ന് പരാജയപ്പെട്ടത് അതൊക്കെ തിരിച്ചു പിടിക്കാനും വിജയത്തിലെത്തിക്കുവാനും അങ്ങനെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും അവനെ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഏത് പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനാണ് പ്രാർത്ഥന. അങ്ങനെ ഓരോ ദിവസവും ധ്യാനത്തിലൂടെ ആ ദൈവവുമായിട്ട് ഒന്നു ചേരുവാനും ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി ജീവിച്ച് ആയാസരഹിതമായി ജീവിക്കുവാൻ അവന് സാധിക്കുന്നു. മൂന്നാമതായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് താൻ ദൈവത്തിന്റെ സമ്പത്തിന്റെ കാര്യസ്ഥനാണ് എന്നുള്ളതാണ്. തന്നെ അത് ഭരമേൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൃത്യമായി വിതരണം ചെയ്യുവാനാണ്. ആകയാൽ ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ മുകളിലേക്കും തന്നിലേക്കും മറ്റുള്ളവരിലേക്കും എത്തുന്ന 3 തരത്തിലുള്ള പ്രവർത്തനം നോമ്പുകാലത്ത് ഒരുവൻ നടത്തുകയാണ്. അങ്ങനെ 3 തലത്തിലും വിജയം വരിച്ച് ഈ നോമ്പുകാലം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ നിങ്ങളേവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.